മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ 2 ആൻസേഴ്സ് എന്ന ഭാഗമാണ്. ക്വസ്റ്റ്യൻ: സപ്പോസ് ഒരു ബോൾ റോൾഡ് അപ്പ് ചെയ്യാൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എവരി സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? 8 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ഡിഗ്രീസ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടൈം? ഏത് സമയത്താണ് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസിലാവുക? സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഏത് ടൈമിലാണ് ആ സ്റ്റാർട്ടിംഗ് പൊസിഷൻ പോയിന്റിൽ തന്നെ ബോൾ റിട്ടേൺ എത്തുക അഥവാ തിരിച്ചെത്തുക? ലെറ്റ് us take starting speed is equal to u and difference of speed. സ്പീഡിൽ വരുന്ന ഡിഫറൻസ് അത് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. ഡിഫറൻസ് ഓഫ് സ്പീഡ്, ഈ സ്പീഡിൽ വരുന്ന വ്യതിയാനം അത് നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് എടുക്കാം. ആൻഡ് ടൈം എടുക്കുന്ന സെക്കൻഡ്സ് ടൈം ഇസ് ഇക്വൽ ടു ടി. മൂവ്, അതായത് ബോൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അത് നമുക്ക് എന്ത് ചെയ്യാം? എസ് എടുക്കാം. ബോൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് എടുക്കാം. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ എസ് ഈസ് ഇക്വൽ ടു യു ടി. ഇവിടെ ഡിഗ്രീസ് കുറയുന്നത് കൊണ്ട് മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് യു തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് സ്പീഡ് 16. സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്ര? 16. എ ഡിഫറൻസ് വ്യതിയാനം എത്ര ഉണ്ടാകുന്നു? ഡിഫറൻസ് ഓഫ് സ്പീഡിൽ ഉണ്ടാകുന്ന വ്യതിയാനം 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എസ് എത്രയാണ്? 15. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസ് തന്നിട്ടുണ്ട് എത്ര? 15. യു എത്ര? 16. അപ്പോൾ ടി അറിയില്ല, ടൈം നമുക്കറിയില്ല. ടി മൈനസ് ഹാഫ് ഇൻറ്റു എ 8 ഇൻറ്റു ടൈമിന് അറിയാത്തതുകൊണ്ട് ടി സ്ക്വയർ. ഓക്കെ, നമുക്ക് ഈ ഇസിക്കൽ ടു ആണ് ഈ 15 അല്ലേ? ഈ ഇസിക്കൽ ടു ഉള്ള 50 തൽക്കാലം ഈ സൈഡൊക്കെ മാറ്റാം നമുക്ക്. 16 ടി മൈനസ് 8ന്റെ ഹാഫ് എത്ര? 4 അല്ലേ? 4 ടി സ്ക്വയർ ഇസിക്കൽ ടു ആണ് 15. ഇപ്പം നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട്. ഇതിന് ജനറൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ മൈനസ് 4 ടി സ്ക്വയർ പ്ലസ് 16 ടി ഇസിക്കൽ ടു 15. ഓക്കെ, മൈനസ് സിമ്പിൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനെയും സിമ്പിൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ 4 ടി സ്ക്വയർ പ്ലസ് എന്നുള്ളത് മൈനസ് 15 ടി ഇസിക്കൽ ടു മൈനസ് 15 ടി സ്ക്വയർ. സ്ക്വയർ വരുന്നത് മൈനസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒഴിവാക്കാൻ എല്ലാവരും സിമ്പിൾ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇനി അടുത്തത് ടി സ്ക്വയറിന്റെ കൂടെ കൊയിഫിഷ്യന്റ് ഉണ്ട്. അപ്പോൾ അത് ഓൾ ടൈമിന് ആ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? 4 ടി സ്ക്വയർ ബൈ 4. ആ കൊയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യേണ്ടത് 16 ടി ബൈ 4 ഇസ് ഇക്വൽ ടു മൈനസ് 15 ബൈ 4. ഓക്കെ, അപ്പോൾ ഇവിടെ 4ഉം 4ഉം ക്രോസ് ചെയ്ത് പോയി. ടി സ്ക്വയർ മൈനസ് 16 4 ടൈംസ് മൈനസ് 4 ടി ഇസ്കൽ ടു മൈനസ് 15 ബൈ 4. ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതുപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യും. ടീൻ്റെ കൂടുതലുള്ള നമ്പർ ഏതാ? 4. അതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ബോത്ത് സൈഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് ആഡ് 4 ബൈ 2 സ്ക്വയർ അഥവാ 2ന്റെ സ്ക്വയർ 4 ബോത്ത് സൈഡ്. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ മൈനസ് 4 ടി പ്ലസ് 4 is equal to minus 15 by 4 plus 4.
ഇതിന് ഇനി ഓൾ ദി സ്ക്വയറിലേക്ക് ചെയ്യുമ്പോൾ ടി സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ടി, മൈനസിന് മൈനസ്, 4ന്റെ സ്ക്വയർ റൂട്ടോ അഥവാ ഏതിന്റെ സ്ക്വയർ റൂട്ട് അപ്പോൾ ഇത് സ്ക്വയർ ആണിത് 2ന്റെ അല്ലേ, 4ന്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ ടി മൈനസ് 2 ഓൾ ദി സ്ക്വയർ ഇസിക്കൽ ടു ഇവിടെ നമ്മൾ ഫ്രാങ്ക്സ് നമ്പർ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × -50 -15 പ്ലസ് 4 × 4 16 ബൈ 1 × 4 4. അപ്പോൾ -16 പ്ലസ് -15 പ്ലസ് 16 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 അല്ലേ, 1/4. ഓക്കെ. അപ്പോൾ ഇനി ടി മൈനസ് 2 ഇസിക്കൽ ടു ഇവിടെ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ അതർ സൈഡ് സ്ക്വയർ റൂട്ട് വരും 1/4. അപ്പോൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ നമ്മൾ ഒറ്റ പോസിറ്റീവ് മാത്രമേ എടുത്തുള്ളൂ. എല്ലാ സ്ക്വയർ റൂട്ടിനും എന്തുണ്ട്, നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പം 2 ഉണ്ടാവും. ഇപ്പോൾ √25 ആണെങ്കിൽ +5 ഉണ്ട്, -5 ഉണ്ടാവും. സ്ക്വയർ റൂട്ട് എന്താവും, +5 ഉണ്ടാവും, -5 ഉണ്ടാവും. കാരണം -5 -5 ഇൻഡ് ചെയ്താലും 25 ഏത് നമ്പറിന് അതേ നമ്പർ ഇൻഡ് ചെയ്ത് തന്നെയല്ലേ സ്ക്വയർ അറിയുന്നത്. -5 -5 ഇൻഡ് ചെയ്താൽ 25 പോസിറ്റീവ് 25 അല്ലേ. അപ്പോൾ ഓരോ എല്ലാ സ്ക്വയർ നമ്പറിനും അതിന്റെ സ്ക്വയർ റൂട്ട് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടി മൈനസ് 2 1/4, 1ന്റെ സ്ക്വയർ റൂട്ട് 1, 4ന്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ +2 ഉണ്ട്, പ്ലസ് 1/2 ഉണ്ട്, -1/2 സ്ക്വയർ റൂട്ട് ഉണ്ട്. ഈ എല്ലാ നമ്പേഴ്സിനും അതുപോലെ ഉണ്ടാവും. അപ്പോൾ ടി ഇസിക്കൽ ടു 1/2, ഈ -2 കൊണ്ട് വരുമ്പോൾ എന്താവും, +2 -1/2, ഈ -2 ഇതിന്റെ കൂടെ വരുമ്പോൾ എന്താവും, +2. ഇത് മൈനസ് അല്ല, ഈ മൈനസ് അതർ സൈഡ് വരുമ്പോൾ 2ന്റെ കൂടെ എന്തായാലും പ്ലസ് ആയിട്ട് വരും. അപ്പോൾ 2.5 ആഡ് ചെയ്താൽ 2.5. ഇവിടെ -1/2 കൂടെ 2 ആഡ് ചെയ്യുന്നു. അഥവാ 2.5 മൈനസ് ചെയ്യണം. അപ്പോൾ 2 ഒരു ഹാഫ് പോയാൽ എത്ര, 1.5. 2 നേരെ പോയാൽ 1.5 അല്ലേ. അപ്പോൾ ഈ ബോൾ 15 മീറ്റർ ഡിസ്റ്റൻസിൽ ഏതൊക്കെ ടൈമിലാവും, 1.5 സെക്കൻഡിലും 2.5 സെക്കൻഡിലും. ബോൾ ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ 2 ടൈമിലും. അപ്പോൾ ഇത് റിട്ടേൺ അടിക്കുന്നുണ്ടെങ്കിൽ 1.5 ടൈം 50 മീറ്റർ ഡിസ്റ്റൻസിലാവും. അപ്പോൾ പിന്നെ കുറച്ച് ടൈമും കൂടി അങ്ങോട്ട് 2 സെക്കൻഡ് വരെ ചിലപ്പോൾ ഈ ബോൾ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ അടിക്കുകയാണെങ്കിൽ, ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ 2.5 സെക്കൻഡിൽ വീണ്ടും ഇതേ 15 ഡിസ്റ്റൻസിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ റിട്ടേൺ എപ്പോൾ എത്താന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ സ്പീഡിലൊന്നും ചേഞ്ച് ഇല്ലല്ലോ, ഒക്കെ ഇതേനാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എന്താവും, 0. അപ്പോൾ നമ്മൾ ബാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ 16t - 8.5 4t² = 0. ഇനി ജനറൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ -4t² + 16t = 0. അപ്പോൾ സിമ്പിൾ ചേഞ്ച് ചെയ്യുമ്പോൾ 4t² - 16t = 0ക്ക് സിമ്പിൾ ഇല്ലല്ലോ, 0 +0 -0 അങ്ങനെ 0ക്ക് സിമ്പിൾ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് /4 കൊണ്ട് t² കോയിഫിഷ്യന്റ് ഡിവൈഡ് ചെയ്തു. t² - 4t = 0. t² - 4t = 4t² 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ t² - 4t = 0. ഇനി ന്റെ കോയിഫിഷ്യന്റ് എന്താ, 4 അല്ലേ. 4/2 if add = 2² = 4 both side. ഓക്കെ, അപ്പോൾ t² - 4t + 4 = 0 + 4. അപ്പോൾ ഈ ഓൾ ദി സ്ക്വയർ ആക്കാൻ t² t - 4ന്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ t - 2 ഓൾ ദി സ്ക്വയർ = 4. അപ്പോൾ t - 2 = സ്ക്വയർ ഒഴിവാക്കുമ്പോൾ അതർ സൈഡ് 4 വരണ്ടേ, റൂട്ട് വരണ്ടേ.
അപ്പോൾ ടി മൈനസ് ടു ഇസിക്കൽ ടു റൂട്ട് 4. 4ന്റെ സ്ക്വയർ റൂട്ട് ഏതാണ്? +2 ഉണ്ടാവും, -2 ഉണ്ടാവും. എല്ലാത്തിനും സ്ക്വയർ പ്ലസ് മൈനസ് ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ടി ഇസിക്കൽ ടു ഇവിടെ +2 ആരുണ്ട്, -2 ഉണ്ട്. അപ്പോൾ ഈ -2 ഈ രണ്ടിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. -2 +2 പ്ലസ് ആയി വരും. ഈ -2ന്റെ അടുത്തും +2 ആയി വരും. ഇതേതാണ്? ഈ 2 -2 എന്ന് പറഞ്ഞത് ഇത് രണ്ടും എന്താണ്? 4ന്റെ സ്ക്വയർ റൂട്ടുകളാണ്. ഈ -2 ഇത് രണ്ടിന്റെ അടുത്തേക്കും എന്തായി വരും? പ്ലസ് ആയിട്ട് വരും. അപ്പോൾ 2 + 2 4, -2 +2 കൂട്ടിയാൽ എന്താ? 0. അപ്പോൾ ഫസ്റ്റ് 0 സ്റ്റാർട്ട് ചെയ്യാത്തതിന് മുമ്പ് സ്റ്റാർട്ടിംഗ് പ്ലേസിൽ തന്നെയാണ്. പിന്നെ അത് 4th സെക്കൻഡിലും ഏതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് റിട്ടേൺ തിരിച്ചെത്തും.